നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി സബ് RT ഓഫീസിലെ വ്യാജ RC നിർമ്മാണത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തിരൂരങ്ങാടി പോലീസിന്റെ നിലപാടിനെതിരെ ഓഗസ്റ്റ് 31-ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. വ്യാജ RC കേസിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുക, അനാവശ്യമായി FIR രജിസ്റ്റർ ചെയ്യുന്നത് അവസാനിപ്പിക്കുക, പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നത് അവസാനിപ്പിക്കുക, പോലീസ് നീതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. രാവിലെ 10 മണിക്ക് നടക്കുന്ന മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂരങ്ങാടി സബ് RT ഓഫീസുമായി ബന്ധപ്പെട്ട് വ്യാജ RC കേസിൽ 7 ബൈക്കുകൾ 7 വാഹനങ്ങൾ പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ ആ 7 വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ അറസ്റ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് ഒരു നടപടിക്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 31-ാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. ഈ കേവലം വ്യാജ RCയുടെ വിഷയം മാത്രമല്ല, തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ അനാവശ്യമായി കേസുകൾ FIRകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇതിനോടകം തന്നെ 1000-ലേറെ കേസുകൾ ആളുകൾക്കെതിരെ എടുത്തിരുന്നു. ഇപ്പോൾ 2021 ശേഷം അല്ലെങ്കിൽ 2018 ഈ സമയത്ത് നോക്കുമ്പോൾ 200 FIR ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 200 FIR ആണ് 2024 ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ ഈ രൂപത്തിൽ 1000-ലേറെ. ഇന്ന് FIRൻ്റെ കണക്ക് നോക്കുമ്പോൾ 1017. അതേസമയം ഇതേ സമയത്ത് 2018 വെറും 218 FIR ആയിരുന്നു. അതായത് വലിയ ഒരു 5 മടങ്ങ് 6 മടങ്ങിൻ്റെയൊക്കെ വർധനവ്. അതേസമയം ജനങ്ങളുടെ ഈ പൊതു ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ക്രിമിനൽ വൽക്കരണമോ മറ്റു സംഗതികളൊന്നുമില്ല. ഈ FIRകൾ വർദ്ധിക്കുന്നത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം എന്താ വെച്ചാൽ, തീർച്ചയായിട്ടും ഇപ്പോഴൊക്കെ നമ്മളെ പേരിൽ കേസില്ല എന്നുള്ളത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വെരിഫിക്കേഷൻ മാത്രമാണ് ആവശ്യമുള്ളത്. എന്നാൽ കേസുകൾ വർദ്ധിച്ച് ഈ പ്രദേശം ഈ ഒരു ക്രിമിനൽ വർക്കൃത പ്രദേശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ കേന്ദ്രത്തിൻ്റെ, നമ്മളൊക്കെ ഗൾഫിലേക്കോ മറ്റു വിദേശത്തേക്കോ പോകണമെങ്കിൽ ഡൽഹിയിൽ ചെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങിയിട്ട് വേണം നമുക്കൊക്കെ ഇനി വിദേശത്തേക്ക് പോകാൻ. ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ പോകും. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ഇതിപ്പോൾ FIRകൾ പരിശോധിക്കുമ്പോൾ ബൈക്കുമ്മ 2 ആളെ വെച്ച് ഒരാൾ ഹെൽമെറ്റ് ഇടാത്തതിനുള്ള കേസ്, അതേപോലെ പെറ്റി കേസുകൾക്ക് മുമ്പ് 3 ആൾ എന്തെങ്കിലും കഞ്ചാവടിക്കുക അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ ഉണ്ടെങ്കിൽ 3 ആൾക്കും വേറെ വേറെ FIR. അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലാണ് ഈ സംഗതികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവണതയ്ക്കെതിരെ അതേപോലെ പോലീസിൻ്റെ പക്ഷപാത നിലപാട്. കഴിഞ്ഞ ദിവസം CPMൻ്റെ മാർച്ച് സബ് RT ഓഫീസിൽ നടന്നു. മാർച്ചിന് തീർച്ചയായിട്ടും ജനകീയ വിഷയങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് കൊണ്ടുവന്ന വിഷയത്തിൽ ഊന്നിയിട്ടായിരുന്നു അവരുടെ മാർച്ച്. തിരൂരങ്ങാടി സബ് RT ഓഫീസിലേക്ക് യൂത്ത് ലീഗ് 4 സമരങ്ങൾ നടത്തി. ആ 4 സമരത്തിനും പോലീസ് കേസെടുത്തു. എന്നാൽ CPM നടത്തിയ മാർച്ചിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് ഒരു നിയമവും മുസ്ലിം യൂത്ത് ലീഗിന് ഒരു നിയമവും അതുപോലെ CPMനും DYFIക്കും മറ്റൊരു നിയമവും ഒരു പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. ഇതും അംഗീകരിക്കാൻ കഴിയില്ല. വ്യാജ RC വിഷയത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ മൊഴിയുണ്ട് ഈ കേസിൽ. അവരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ യൂത്ത് ലീഗ് പോരാട്ട രംഗത്തുണ്ടാവും. 31-ാം തീയതി നടക്കുന്ന മാർച്ച് അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായും കേവലം ഒരു മാർച്ച് നടത്തി അവസാനിപ്പിക്കാനല്ല യൂത്ത് ലീഗിൻ്റെ ശ്രമം. വരും ദിവസങ്ങളിലും ശക്തമായ പോരാട്ടവുമായി യൂത്ത് ലീഗ് സമരരംഗത്തുണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ധൃതി പിടിച്ചുള്ള സ്ഥലം മാറ്റം തന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഈ പ്രതികളെ, അതായത് ഉള്ളണത്തെ പ്രധാന പ്രതിയായിട്ടുള്ള ഈ കേസിലെ പ്രധാന പ്രതി എന്ന് പറയപ്പെടുന്ന നിസാറിനെ ഈ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ പലയിടത്തായിട്ട് കണ്ട് അദ്ദേഹത്തിനോട് മൊഴി മാറ്റാനും അതോടൊപ്പം തന്നെ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാം, നീ ഈ
സംഗതിയിൽ ഞങ്ങളെ അത്രത്തോളം ഉപദ്രവിക്കാതിരുന്നാൽ എന്നുള്ള തരത്തിൽ ഇപ്പോൾ വ്യാജ ആർസികൾ വ്യാപകമായി റദ്ദാക്കുന്ന തിരക്കിലാണ് ഉദ്യോഗസ്ഥർ. എല്ലാവർക്കും നോട്ടീസ് അയച്ച് വ്യാജ ആർസികൾ നമ്മൾ 7 എണ്ണമാണ് കണ്ടെത്തിയതെങ്കിൽ അതിനേക്കാൾ വലിയ തട്ടിപ്പും മറ്റു സംഗതികളും അവിടെ നടന്നിട്ടുണ്ട്. ഒരു ആർസിക്ക് 1000 രൂപ ക്ലർക്കിനും ജോയിൻറ്റ് RTOക്ക് 2000 രൂപയും കൊടുത്തു എന്നാണ് പോലീസിന് നിസാർ നൽകിയ മൊഴി. അത് CI തന്നെ സമ്മതിച്ചതാണ്. CI പത്രക്കാരോട് പറഞ്ഞത് ആ തരത്തിലാണ്. അത് മാധ്യമങ്ങളിലും വിഷ്വൽ മീഡിയകളിലൊക്കെ വന്നതുമാണ്. പക്ഷേ പിന്നീട് ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല. അവരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ അവർ സോഫ്റ്റ്വെയറിനെ കുറ്റം പറഞ്ഞു. സോഫ്റ്റ്വെയറിനെ കുറ്റം പറയുമ്പോൾ എന്തുകൊണ്ട് തിരൂരങ്ങാടി താലൂക്കിൽ തിരൂരങ്ങാടി സബ് RTOയിൽ മാത്രം വ്യാജ ആർസികൾ നിർമ്മിക്കപ്പെട്ടു, മറ്റുള്ളിടത്തൊന്നും അത് നിർമ്മിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടത് പരിശോധിക്കാതെ അപ്രൂവൽ കൊടുത്തതാണ് ഈ വക തരികിടയ്ക്ക് കാരണമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സമരം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി മണ്ഡലം തലത്തിൽ 24-ന് പ്രവർത്തക സംഗമം നടക്കും. അതിനുശേഷം പഞ്ചായത്ത് തലങ്ങളിൽ കൺവെൻഷനുകളും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.